ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാറ്റൻ റിബൺ വെച്ചിട്ട് ഈ ഒരു ഫ്ലവറാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ ഒരു ഫ്ലവർ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലും ഹെയർ ബാൻഡിലും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കുള്ള നൈലോൺ ബാൻഡിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ 1/2 ഇഞ്ചിൻ്റെ സാറ്റൻ റിബണും അതുപോലെ തന്നെ 1 ഇഞ്ചിൻ്റെ സാറ്റൻ റിബണും ഇതുപോലെ 8 സെൻറ്റിമീറ്റർ നീളത്തിൽ 5 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ ഓരോ ഇതളും 2 കളറിലാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കളറിലുള്ള 1 ഇഞ്ചിൻ്റെ റിബണും 1/2 ഇഞ്ചിൻ്റെ റിബണും നമ്മൾ ഈ ഒരു രീതിയിൽ ചേർത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുത്താൽ മതി. അപ്പോൾ പൊട്ടി നിന്നോളൂ. ഇതിൻ്റെ 2 സൈഡും നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 കളർ ഷെയ്ഡിലുള്ള ഒരു റിബണ് ആയി കിട്ടും. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ 5 പീസും ചെയ്തെടുക്കുന്നുണ്ട്. രണ്ട് ഫ്ലവറാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഒന്ന് വലുതും ഒന്ന് ചെറുതും. അപ്പോൾ 8 സെൻറ്റിമീറ്റർ നീളത്തിലുള്ളത് ഇതുപോലെ 5 വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 7 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള റിബണും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇത് രണ്ട് സൈസിലാണ്. ഇത് ഓരോന്നും വെച്ചിട്ട് നമുക്ക് 2 ഫ്ലവറാക്കി എടുക്കണം. ആദ്യം നമ്മൾ 8 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള റിബൺ വെച്ചിട്ടാണ് ഫ്ലവറാക്കി എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് സൂചി എടുത്തിട്ടുണ്ട്. അതിലൂടെ നൂല് കോർത്തിട്ട് അറ്റത്തൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിൽ 8 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള റിബൺ എടുക്കുന്നുണ്ട്. അതിനെ ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കുന്നുണ്ട്. ഒരു വിയുടെ ഷേപ്പിലായിട്ട് ഈ ഒരു രീതിയിലാണ് മടക്കിയിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിതിനൊരു ഇതളാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ ഒന്നുകൂടി പകുതിയാക്കി മടക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും ഇതുപോലെ ഒന്ന് താഴേക്കാക്കി മടക്കുന്നുണ്ട്. അടുത്ത വശത്ത് നിന്നും ഇതുപോലെ ഒന്ന് താഴേക്കാക്കി മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഇതളായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സൂചി വെച്ചിട്ടൊന്ന് നൂലിലേക്ക് കോർത്തെടുക്കാം. ഇതേ മെത്തേഡിൽ നമുക്ക് 5 പെറ്റലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ നൂലിൽ കോർത്തെടുക്കുന്ന സമയത്ത് വൈറ്റ് കളറും റെഡ് കളറും ഇടവിട്ട് വരാൻ വേണ്ടി ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഫ്ലവർ നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. ആദ്യം ഒരു വൈറ്റ്, അതിന് ശേഷം റെഡ് കളറ്, പിന്നെ നമ്മൾ അടുത്ത പെറ്റിൽ കോർത്തെടുക്കുന്ന സമയത്ത് വൈറ്റ് മുന്നിൽ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ കളറും മാറി മാറി വരുന്ന രീതിയിലായിരിക്കണം. അങ്ങനെ നമ്മൾ 5 ഇതളുകളും ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇതിനെ നൂലിൻ്റെ അറ്റത്തേക്ക് പിടിച്ച് വലിച്ചെടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ നൂലിൻ്റെ അറ്റത്തുള്ള ആ ഒരു കെട്ടിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ ഒന്ന് സൂചിയെ കോർത്തെടുക്കുന്നുണ്ട്. ഇനി നല്ല ടൈറ്റായിട്ടൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓരോ പെറ്റിലും ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ബാക്ക് വശത്തായിട്ട് ഈ ഒരു നൂലിലൊന്ന് ലോക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ആ ബാക്കി വരുന്ന നൂല് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 7 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്ത ആ റിബൺ വെച്ചിട്ട് ഇതുപോലെ തന്നെ മറ്റൊരു ഫ്ലവറോട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 2 ഫ്ലവറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വലിയ ഫ്ലവറിൽ ഗ്ലൂ വെച്ചിട്ട് ഈ ഒരു ചെറിയ ഫ്ലവർ ഒട്ടിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് എന്തെങ്കിലും ബീഡ്സോ സ്റ്റോണോ എന്തെങ്കിലും ഒട്ടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു പോംപോം ബോളാണ് ഒട്ടിക്കാൻ പോകുന്നത്. 1 സെൻറ്റിമീറ്റർ നീളത്തിലുള്ളതാണ് കേട്ടോ. ഇത് റെഡ് കളർ തന്നെയാണ് ഒട്ടിക്കുന്നത്.
അപ്പോൾ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് നമുക്ക് എന്തിൽ വേണമെങ്കിലും ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ കുട്ടികളുടെ ഡ്രസ്സൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ ആ ഒരു ഡ്രസ്സിൽ വെക്കാനാണെങ്കിലും അതുപോലെ അവരുടെ ഹെയർ ബാൻഡിലും അലിഗേറ്റർ ക്ലിപ്പിലും ഒക്കെ വെക്കാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. സാറ്റൻ റിബൺ ആയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ചിലവ് വരുന്നുള്ളൂ. നമ്മളിവിടെ ഇത് റെഡ് കളറിലുള്ള സാറ്റൻ റാപ്പിഡ് ഹെയർ ബാൻഡിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാറ്റൻ റാപ്പിഡ് ആയിട്ടുള്ള ഹെയർ ബാൻഡ് ഇല്ലെങ്കിൽ 1 ഇഞ്ചിൻ്റെ സാറ്റൻ റിബൺ വെച്ചിട്ട് പ്ലെയിൻ മെറ്റൽ ഹെയർ ബാൻഡിൽ ചുറ്റിയിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഹെയർ ബാൻഡിൽ സാറ്റൻ റിബൺ ചുറ്റുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.